മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ തിരക്കഥാകൃത്തുക്കളിൽ ഒരാളായ രഘുനാഥ് പലേരിയാണ് ഷാനവാസ് കെ ബാവക്കുട്ടിയുടെ ഏറ്റവും പുതിയ സിനിമ ഒരു കട്ടിൽ ഒരു മുറിയുടെ രചയിതാവ്. കിസ്മത്തും തൊട്ടപ്പനും സംവിധാനം ചെയ്ത ഷാനവാസ് കെ ബാവക്കുട്ടിയുടെ ഫിൽമോഗ്രഫിയേക്കാൾ എന്നെ ഈ സിനിമയിലേക്ക് സത്യത്തിൽ ആകർഷിച്ചത് ഈ പറഞ്ഞ രഘുനാഥ് പലേരി ഫാക്ടറാണ്. പക്ഷേ സിനിമയുടെ സ്ട്രെങ്ത് ആകുമെന്ന് ഞാൻ അനുമാനിച്ച എഴുത്ത് തന്നെയായി അവസാനം സിനിമയുടെ ഏറ്റവും വീക്കസ്റ്റ് പാർട്ട്. സീനുകളെ ടോളറേറ്റ് ചെയ്യാവുന്നതിലും അപ്പുറത്തേക്ക് വലിച്ചു നീട്ടിയ ആകെ ചിതറിക്കിടക്കുന്ന ഒരു സ്ക്രിപ്റ്റ് ഉപയോഗിച്ച് കഷ്ടപ്പെട്ട് 2 മണിക്കൂർ ദൈർഘ്യം ഒപ്പിച്ചെടുത്ത ഒരു ഔട്ട്ഡേറ്റഡ് സിനിമയായിട്ടാണ് ഒരു കട്ടിൽ ഒരു മുറി മാറുന്നത്. പാരലൽ നറേറ്റീവ് ഫോർമാറ്റിലാണ് സിനിമ അവതരിപ്പിച്ചിട്ടുള്ളത്. 2 ട്രാക്കിലൂടെ 3 പേരുടെ ജീവിതത്തെ പറ്റിയാണ് സിനിമ സംസാരിക്കുന്നത്. നമ്മുടെ നായകൻ രുക്മാന്തകൻ ഒരു ടാക്സി ഡ്രൈവറാണ്. സ്വന്തമായി സ്റ്റാർട്ടപ്പ് തുടങ്ങി അത് പൊളിഞ്ഞ് കടം കയറി ടാക്സിയിൽ ഒളിച്ച് ജീവിക്കുന്ന ഒരു ജീവിതമാണ് അയാൾ നയിക്കുന്നത്. അടുത്ത ട്രാക്കിൽ നമ്മൾ കാണുന്നത് മധ്യവയസ്കയായ ഒരു തമിഴ് സ്ത്രീ അക്കമ്മ എന്ന് വിളിക്കപ്പെടുന്ന ത്രിപുര സുന്ദരിയുടെയും അവരുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന മധുമിയയുടെയും കഥയാണ്. വീട്ടുകാരുമായി പിണങ്ങി മാറി താമസിക്കുന്ന മധുമിയ ഒരു ജോലി ഒപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. അവളുടെ സാഹചര്യം അറിയാവുന്ന അക്കമ്മ അവളെ ഒരുവിധം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ കഥാപാത്രങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളും അവരുടെ പാത്തുകൾ എങ്ങനെ ക്രോസ് ചെയ്യുന്നു എന്നതുമൊക്കെയാണ് ഒരു കട്ടിൽ ഒരു മുറിയിൽ നമ്മൾ കാണുന്നത്. ഓൺലൈനിൽ കണ്ടയാളെ പ്രണയിച്ച് പറ്റിക്കപ്പെടാൻ പോയൊരു സ്ത്രീയെ നമ്മുടെ നായകൻ രക്ഷിക്കുന്നതും പ്രായമായ ദമ്പതികളെ പണം പോലും നോക്കാതെ ഓട്ടം പോയി സഹായിക്കുന്നതുമൊക്കെ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഒരു ബന്ധവുമില്ലാതെ വരുന്ന ഈ സീനുകൾക്ക് സിനിമ തീരാൻ പോകുമ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു പർപ്പസ് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ അവസാനം മനസ്സിലായി ഈ സീനുകളൊക്കെ നായകനെ നന്മയുടെ നിറകുടമാക്കാൻ വേണ്ടി മാത്രം എഴുതി വെച്ചിട്ടുള്ളതാണെന്ന്. ക്ലൈമാക്സ് കാണുമ്പോൾ നമ്മളെ ഞെട്ടിക്കാൻ വേണ്ടി തിരക്കഥയിൽ നടത്തിയിട്ടുള്ള ചില കാട്ടിക്കൂട്ടലുകൾ ആകപ്പാടെ കൺഫ്യൂഷൻ കൂട്ടാൻ മാത്രമേ സഹായിക്കുന്നുള്ളൂ. പടം മൊത്തം കണ്ടതിന് ശേഷം ഇതിലെ പല സബ്പ്ലോട്ടുകളും എന്തിനായിരുന്നു എന്ന് ആലോചിക്കുമ്പോൾ അനാവശ്യ ഡിസ്ട്രാക്ഷൻ എന്നല്ലാതെ മറ്റൊരു പർപ്പസും അവയ്ക്ക് നമുക്ക് കാണാൻ സാധിക്കില്ല. ഈ സാഹിത്യകാരന്മാരുടെയൊക്കെ ഒരു പ്രത്യേകതരം ഇൻ്റലക്ച്വൽ കോമഡികളുണ്ട്, സാധാരണക്കാരന് ദഹിക്കാൻ സ്വല്പം ബുദ്ധിമുട്ടുള്ളത്. രഘുനാഥ് പലേരിയുടെ തന്നെ ഇൻ്റർവ്യൂസ് കണ്ടാൽ അദ്ദേഹം പല കാര്യങ്ങളും വളരെ പോയറ്റിക് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇവിടെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഈ സിനിമയിലുള്ള ഒരുവിധം എല്ലാ കഥാപാത്രങ്ങൾക്കും ഈ ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് വൊക്കാബുലറിയും ഇൻ്റലക്ച്വൽ ഹ്യൂമർ സെൻസും ചാർത്തി കൊടുക്കുന്നുണ്ട്. ചിതറിക്കിടക്കുന്ന സ്ക്രിപ്റ്റ് ഒന്നും മനസ്സിലാക്കാൻ കഷ്ടപ്പെടുന്ന പ്രേക്ഷകന്റെ മുന്നിലേക്ക് ഇങ്ങനത്തെ അതിനാടകീയമായ ഡയലോഗുകളും ഓവർ ഇൻ്റലക്ച്വലൈസ് ചെയ്ത കോമഡികളും കൊണ്ട് ചെല്ലുമ്പോൾ എഴുത്തുകാരൻ സിനിമയെ മറന്ന് സ്വന്തം വൊക്കാബുലറി ഷോ ഓഫ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെയാണ് തോന്നുന്നത്. സംഭാഷണങ്ങളിലൂടെ വേദനയെ റൊമാൻറ്റിസൈസ് ചെയ്യുന്നതൊന്നും സിനിമയ്ക്കൊരു ഡെപ്ത് കിട്ടാൻ ഒരു തരത്തിലും ഗുണം ചെയ്യുന്നില്ല. പൂർണിമ ഇന്ദ്രജിത്താണ് ത്രിപുര സുന്ദരിയുടെ വേഷത്തിൽ വന്നിട്ടുള്ളത്. മനുഷ്യത്വമുള്ള ആ കഥാപാത്രം അവതരിപ്പിക്കുമ്പോൾ വേണ്ട ഒരു ഗ്രേസ് അവരുടെ പെർഫോമൻസിലുണ്ട്. ഡയലോഗുകളൊക്കെ അല്പം കട്ടി കൂടിയവയാണെങ്കിലും അതെല്ലാം മോശമാക്കാതെ പറഞ്ഞു ഫലിപ്പിക്കാൻ പൂർണിമയ്ക്ക് സാധിക്കുന്നുണ്ട്. പെട്ടെന്ന് ചൂടാകുന്ന കടത്തിൽ മുങ്ങിയ പ്രാരാബ്ധക്കാരൻ നായകനായിട്ടാണ് ഹക്കീം ഷാ ഈ സിനിമയിലുള്ളത്. രഘുനാഥ് പലേരി അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രവുമായിട്ടുള്ള കോമ്പിനേഷൻ സീനുകളിലൊക്കെ ഹക്കീം ഡയലോഗുകൾ പറഞ്ഞു ഫലിപ്പിക്കാൻ സ്വല്പം കഷ്ടപ്പെടുന്നുണ്ട്. കുറേ കഷ്ടപ്പാടും കുറച്ച് ക്യൂരിയോസിറ്റിയുമുള്ള മധുമിയയായിട്ട് അഭിനയിച്ചിട്ടുള്ളത് തൊട്ടപ്പനിലും ഉണ്ടായിരുന്ന പ്രിയംവദ കൃഷ്ണനാണ്. ഡയലോഗുകൾ ഹാൻഡിൽ ചെയ്യാനുള്ള കഷ്ടപ്പാട് ആ പെർഫോമൻസിലും നമുക്ക് കാണാൻ സാധിക്കും. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഷമ്മി തിലകൻ അവതരിപ്പിച്ച അച്ഛൻ കഥാപാത്രത്തിന് പോലും ഒരു ആർട്ടിഫിഷ്യൽ പോസിറ്റിവിറ്റിയാണ് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. വീണ്ടും ഒരു അവസരം കൊടുക്കുന്നതും മാപ്പ് നൽകുന്നതും ഒക്കെയാണ് ഒരു കട്ടിൽ ഒരു മുറിയുടെ കോർ ഐഡിയ. പക്ഷേ കച്ചവട സിനിമയാക്കാൻ വേണ്ടി കുറേ ട്രാക്കുകൾ കുത്തി നിറച്ച് മടുപ്പിക്കുന്ന രീതിയിലാണ് സിനിമ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. നായകൻ്റെയും നായികയുടെയും പിറകെ ഓടുന്ന കോമാളി വില്ലന്മാരൊക്കെ എന്തിനോ വേണ്ടി പടച്ചുവിട്ട കഥാപാത്രങ്ങളായിരുന്നു. ഒരു ഘട്ടത്തിൽ സിനിമ ഈ അടുത്തിറങ്ങിയ ദിലീപ് ചിത്രമായ പവി കെയർടേക്കറിന് സമാനമായ ഒരു സോണിലേക്ക് പോകുന്നുണ്ട്. ഷാനവാസ് കെ ബാവക്കുട്ടിയുടെ ആദ്യ 2 സിനിമകളും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഒരു കട്ടിൽ ഒരു മുറി എന്ന സിനിമയിലെ എഴുത്തിലെ പോരായ്മകൾ സംവിധാനം ചെയ്യുമ്പോൾ അദ്ദേഹം പരിഹരിക്കാൻ ശ്രമിച്ചതായി പോലും തോന്നിയില്ല എന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വിഷമിപ്പിക്കുന്ന ഒരു കാര്യം.